അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാം ധാരാളം കേട്ടവരാണ്. ഖലീഫയായിരുന്നെങ്കിലും പോലും അള്ളാഹുവിനെ വേണ്ടതുപോലെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് വല്ലാത്തൊരു ജീവിതം, മാതൃകയുള്ള ജീവിതം കാഴ്ചവെച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അവിടുത്തെ ഭാര്യ ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം. വല്ലാത്തൊരു വാക്കാണ്. ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വാക്ക് തന്നെയാണ്. പലപ്പോഴും നാട്ടുകാർ പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു എന്ന് വരാം. പക്ഷേ വീട്ടിൽ എങ്ങനെയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നതിനെ കുറിച്ച് അവിടുത്തെ ഭാര്യ പറയുന്നത് കാണാം. യഖൂലു മിനർ റിജാലി മിൻ ഹുവ അക്സറ സ്വലാത്തൻ വസൗമൻ മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് വലാകിൻ ലം അറാ റജുലൻ മിനൻ നാസി ഖത്തു കാന അശദ്ദു ഫർഖൻ മിൻ റബ്ബിഹി മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു വാക്കാണ്. ആ ഉമ്മ പറയാണ്, ഈ കൂട്ടത്തിൽ ഇന്നത്തെ ആൾക്കാരിൽ ചിലപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ധാരാളം നിസ്കരിക്കുന്നവർ ഉണ്ടായിരിക്കാം, ധാരാളം നോമ്പ് നോക്കുന്നവർ ഉണ്ടായിരിക്കാം, ധാരാളം ഖുർആൻ ഓതുന്നവരും ദിക്ർ ചൊല്ലുന്നവരും സ്വലാത്ത് ചൊല്ലുന്നവർ, ധാരാളം ഇബാദത്ത് ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം. പക്ഷേ അല്ലാഹുവിനെ ഓർത്ത് കണ്ണീർ ഒലിപ്പിക്കുന്ന, ധാരധാരയായി അല്ലാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്ത് പേടിച്ച് എന്നും പേടിയോടുകൂടെ ജീവിക്കുന്ന ഒരാളെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇവരെ പോലെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇബാദത്തിൽ ഇവരെക്കാൾ മുമ്പിലുണ്ടെങ്കിലും ഇവരെ പോലെ അല്ലാഹുവിനെ പേടിച്ച് എന്നും കണ്ണീരൊലിപ്പിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് ആ ഉമ്മ പറയാണ്. എന്തായിരുന്നു എൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിസ്കാരത്തിലേക്കെന്ന് മാത്രമല്ല, അവിടെ നിന്ന് സുജൂദിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സുബഹി വരെ കണ്ണീരൊലിപ്പിക്കുകയാണ്, അല്ലാഹുവിനെ ഓർക്കുകയാണ്, നരകം പേടിക്കുകയാണ്, ഖബർ പേടിക്കുകയാണ്. ഞാനൊരു ഖലീഫയാണ്, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഞാൻ ചെയ്തത് അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ടോ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു അടിമ ആയിട്ടുണ്ടോ എന്നുള്ള പേടിയാണ്, എന്നും പേടിയാണ്. ഇത് ഒരു ദിവസത്തിൻ്റെ കഥയല്ല, 2 ദിവസത്തിൻ്റെ കഥയല്ല, ഒരാഴ്ചയുടെ കഥയല്ല. അവിടുന്ന് പറയാ എല്ലാ ദിവസം അവിടുത്തെ രാത്രി എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഭാര്യ പറയുന്ന വാക്കാണിത്. വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അവർ ഇത്രമാത്രം പേടിക്കേണ്ടതുണ്ടോ, അവർ ഇത്രമാത്രം അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ടോ? അവരെന്നും ഹറാമിയത്ത് ചെയ്തവരല്ലല്ലോ, എന്നും ഫർളും സുന്നത്തൊക്കെ വേണ്ടതുപോലെ ചെയ്തവരല്ലേ, പിന്നെ എന്തിനാണ്? എന്നിട്ട് പോലും അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്, എന്നിട്ട് പോലും അല്ലാഹുവിനോടുള്ള വല്ലാത്ത ഭയമാണ്. പക്ഷേ ഇത്രയെല്ലാം ഹറാമിയത്ത് ചെയ്ത് അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച നമുക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. അല്ലാഹുവിനെ ഓർത്തൊന്ന് കണ്ണീരൊലിപ്പിക്കുക എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല, വരുന്നില്ല. എന്തൊരു ദുഃഖകരമായ ഒരു വിഷയമാണ്. അതാണ് മഹാന്മാരെ ജീവിതം പഠിക്കണം. അതുപോലെ അല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാലേ അവർ പോകുന്ന സ്വർഗത്തിൽ ഒന്ന് ആഗ്രഹിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ബർക്കത്തുകൊണ്ട്, അവരുടെ തഖ്വയുടെ ബർക്കത്തുകൊണ്ട്, അവരുടെ ആ സൂക്ഷ്മതയുള്ള ആ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.